നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. പട്ടിയുടെ സ്നേഹം, അതായത് എല്ലാവരും ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഞാനിപ്പോൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. ഞാനിപ്പോൾ ഉള്ള തമിഴ്നാട്ടിലാണ് കേട്ടോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. ഈ പട്ടി ഇനി നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പട്ടിയെ കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ പട്ടി നമ്മളെ കണ്ടാൽ വാലാട്ടും. അതാണ് ചില മനുഷ്യർക്കുണ്ടല്ലോ ഒരു നന്ദിയില്ല. പട്ടികൾക്ക് സഹായം ചെയ്താലും ചില മനുഷ്യർക്കോ ചില കുടുംബങ്ങൾക്കോ സഹായം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും ആര് ചെയ്താലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഖമറുദ്ദീൻ ഖാന്റെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം അതിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മോട്ടിവേഷനും. നമുക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആദ്യം നമ്മൾ അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേൾക്കാട്ടോ. ഇത് കോമൺ ആയിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും മനസ്സിൽ വരികയാണെങ്കിൽ അത് നിങ്ങളെ തോന്നൽ മാത്രമാണ്. ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ മനുഷ്യന്മാരുടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. പട്ടിയുടെ സ്നേഹം ചില മനുഷ്യർക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? അതായത് ഈ പട്ടി ഉണ്ടല്ലോ, ആ പട്ടിക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കാൻ കേട്ടോ. ഈ പട്ടിക്ക് ഉള്ള സ്നേഹം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തു, വേറെ പട്ടിയും വരുന്നുണ്ട്, വേറെ പട്ടികളും വരുന്നുണ്ട്. നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കാൻ കേട്ടോ പട്ടികൾക്ക്. കണ്ടില്ലേ ഈ സാധനം? ഈ പട്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പട്ടികൾക്ക് മാന്യമായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. കണ്ടില്ലേ? ഇപ്പൊ ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ. കണ്ടില്ലേ? ഒരു മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും ഈ പട്ടികൾ നമ്മളെ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ കണ്ടാൽ വാലാട്ടും. കണ്ടില്ലേ? അതായത് എല്ലാവരും ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഞാനിപ്പോൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. ഞാനിപ്പോൾ ഉള്ള തമിഴ്നാട്ടിലാണ് കേട്ടോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. ഈ പട്ടി ഇനി നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പട്ടിയെ കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ പട്ടി നമ്മളെ കണ്ടാൽ വാലാട്ടും. അതാണ് പട്ടികളുടെ ഗുണം. പട്ടികൾ എന്ന് പറയുമ്പോൾ ചില്ലറയല്ല. പട്ടികൾക്ക് ഒരുപാട് പവിത്രതകളുണ്ട്. പട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇപ്പം ഞാൻ കൊടുത്തു, ഈ പട്ടിക്ക് കൊടുത്തു. ഈ പട്ടികൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ, ഉള്ളതാണ്. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വന്നാലും ഈ പട്ടികൾ നമ്മളെ കണ്ടാൽ നല്ല പോലെ വാലാട്ടും. അപ്പോൾ പട്ടികൾ അങ്ങനെയാണ്. ചില മനുഷ്യർക്കുണ്ടല്ലോ, ചില മനുഷ്യർക്ക് നന്ദി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഓരത്ത് പോലും പോയിട്ടില്ല എന്നുള്ളതാണ് നന്ദി. ചില മനുഷ്യർക്കുണ്ടല്ലോ ഒരു നന്ദിയില്ല. പട്ടികൾക്ക് സഹായം ചെയ്താലും ചില മനുഷ്യർക്കോ ചില കുടുംബങ്ങൾക്കോ സഹായം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ സുഹൃത്തുക്കളെ, പരമാവധി പട്ടികൾക്കൊക്കെ ഉപകാരം ചെയ്യുക. മനസ്സിലായില്ലേ? പട്ടികൾക്ക് പരമാവധി ഉപകാരം ചെയ്യുക. ചില മനുഷ്യർക്ക് ഉപകാരം ചെയ്താൽ നാളെ ഉപകാരം ചെയ്തവൻ, അവൻ്റെ സമുദായം എല്ലാം എന്താ പറയുക, ഒറ്റപ്പെടുന്ന തരത്തിലുള്ള സമീപനം ചില വർഗീയ ശക്തികളിൽ നിന്നും ചില വർഗീയവാദികളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. 100% നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട വിഷയമാണ് അല്ലേ? ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറയുന്നതാണ്, എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം, നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ പറയുന്ന നായ്ക്കളും പട്ടികളാണ്. അവർ നമ്മളെ ബാക്കിൽ നിന്ന് കുത്തൂല, അവർ നമ്മളെ
ബാക്ക് നിന്ന് കുത്തൂല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ, ഇവിടെ ഇപ്പൊ അദ്ദേഹം ഒരു നേരത്തെ ഒരു ബിസ്ക്കറ്റ് ആണ് കൊടുത്തത്, ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഈ നായ്ക്കോ പട്ടിക്കോ കൊടുത്താൽ അതിന്റെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു വാലാട്ടിയുള്ള സ്നേഹം, ആ ഒരു സ്നേഹം അതിന്റെ ജീവിതകാലം മുഴുവനും അവസാനത്തെ ആ ഒരു ശ്വാസമുണ്ടല്ലോ, മരണത്തിന്റെ അവസാനത്തെ ആ ഒരു ശ്വാസമുണ്ടല്ലോ, ആ ഒരു ശ്വാസം വരേക്കും ആ ഒരു നന്ദി, കൂറ്, കടപ്പാട് നമ്മൾ മനുഷ്യരോട് കാണിക്കും. എന്നാൽ ഓപ്പോസിറ്റ് നമ്മൾ മനുഷ്യരാണെങ്കിലോ, നമ്മൾ എത്ര ഉരുട്ടി തിന്നാൻ കൊടുത്താലും, ഒരു നേരമല്ല 1000 നേരം വായിലേക്ക് ഉരുട്ടി കൊടുത്താലും അതിന്റെ നന്ദി മനുഷ്യൻ കാണിക്കും. ആ ഉരുട്ടി കൊടുത്ത ആളുണ്ടല്ലോ, ആ ആൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്. പിന്നിൽ നിന്ന് കുത്താൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ സ്പോട്ടിൽ അത് മുതലാക്കും, അത് യൂട്ടിലൈസ് ചെയ്യും. ആ സ്പോട്ടിൽ ഓനെ ബാക്ക് നിന്ന് കുത്തും. അതാണ് നമ്മൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം. നന്ദി, കടപ്പാട്, കൂറ്, ഇതൊന്നും ലേശമില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന മനുഷ്യന്മാർ. അതങ്ങനെ തന്നെയാണ്. അത് നമ്മൾ മനുഷ്യന്മാരുടെ ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ നമ്മളൊരു സുഹൃത്ത്, നമ്മൾ ആ ഒരു സുഹൃത്തിനോട് ഒരു 100 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. പാവം ആ ഒരു സാധു അതിൽ 99 നമുക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ടാവും. അതിൽ സാമ്പത്തികം ഉണ്ടാവാം, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ 100ാമത്തെ ഒരു കാര്യം, കുറച്ച് പൈസ നമ്മൾ ചോദിക്കണം. കുറച്ച് പൈസ നമ്മൾ ചോദിച്ചുമ്പോൾ ആ സാധുവിന്റെ കയ്യിൽ ഉണ്ടാവൂല. അപ്പൊ ആ സാധു ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിലയിരുത്തും. ബാക്കിയുള്ള ആ ഒരു 99% ആ ഒരു സാധു നമ്മളെ സഹായിച്ചതുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് മറക്കും. അതാണ് നമ്മൾ മനുഷ്യർ. എന്നിട്ട് അവസാനത്തെ ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു 100ാമത്തെ കാര്യം ഉണ്ടല്ലോ, ബാക്കിയുള്ള 99 കാര്യവും മറന്നിട്ട് ആ ഒരു 100ാമത്തെ കാര്യം വെച്ചിട്ട് ആ ആളെ അങ്ങോട്ട് വിലയിരുത്തും. അവൻ മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കും. എന്നിട്ട് ഒരു അവസരം കിട്ടിയാലുണ്ടല്ലോ, ആ ആൾക്കെതിരെ എന്തെങ്കിലും പറയാനോ ബാക്കിൽ നിന്ന് കുത്താനോ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതാണ് നമ്മൾ മനുഷ്യരും ഈ മൃഗവും തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് നായ്ക്കളും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു നായ്ക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അതിന്റെ നന്ദി നമുക്ക് കിട്ടിയിരിക്കും. പക്ഷെ മനുഷ്യൻ ഒരു നേരമല്ല, 1000 നേരം, ഒരു 10,000 നേരം ഉരുട്ടിക്കൊടുത്താലും അതിന്റെ നന്ദി കാണിക്കൂല. നമുക്കെതിരെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് അവർ മാക്സിമം, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് അവസാനം നമ്മൾ കാണുന്നത് എന്താ, നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ ആ ഒരു സഹായിച്ചവർക്കെതിരെ കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ, ഇപ്പൊ നാളെ നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ അവസാനം അവരെ സഹായിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ വഴിയാധാരമാവും. ആ ഒരു കേസിന്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. പല ഉദാഹരണങ്ങളും അതിനുണ്ട്. നമ്മൾ അതിന്റെ പിന്നാലെ പോകണം. എനിക്ക് നമ്മുടെയൊക്കെ സിസ്റ്റത്തോട് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കുറച്ചൊക്കെ അത് അന്വേഷിച്ചതിന് ശേഷം കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നുള്ളതാണ്. കാരണം ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന്? ഈ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്, ലോ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സന്ദേശം തരാനാണ്. അത് നെഗറ്റീവ് സന്ദേശമല്ല, പോസിറ്റീവ് സന്ദേശം തരാനാണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് എന്താണ് വിചാരിക്കുക, ഇനി ഞാൻ ഒരാളെ സഹായിച്ചാൽ എൻ്റെ കുടുംബം വഴി ആധാരമാവും, അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ പിന്നാലെ ഞാൻ എൻ്റെ ലൈഫ് ടൈം മുഴുവനും നടക്കേണ്ടി വരും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ പോലും ആളുകൾ സഹായിക്കില്ല. ഇതൊരു തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കേട്ടോ. കാരണം അതൊരു നല്ല സന്ദേശമല്ല. കാരണം നമ്മൾ പല വിഷയങ്ങളും നമ്മൾ കാണണം. നമ്മൾ ഒരാളെ സഹായിച്ചാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് ഇടങ്ങാറാവും. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ അതുകൊണ്ട് ഇടങ്ങാറാവും. ടെൻഷൻ അടിച്ച് നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളെ കുടുംബമില്ല, ഒന്നുമില്ല എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ചെയ്ത തെറ്റെന്താ? ആ പറയുന്ന വ്യക്തിയെ ഒന്ന് സഹായിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയെ ഒന്ന് സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഒരു തെറ്റ്. ഇനി സിസ്റ്റം ചെയ്യുന്നതോ അതൊന്നും ഇതാക്കാതെ അതൊരു തെറ്റായ സന്ദേശമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താം. അതൊരു തെറ്റായ സന്ദേശം തന്നെയാണ്. നമ്മളൊരാളെ സഹായിച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ പറയണത്
ഇപ്പോൾ നമ്മൾ ഒരാളെ സഹായിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല, നന്ദി കേട് കാണിക്കാതിരുന്നാൽ മതി. അതായത് നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ട, നന്ദി കേട് കാണിക്കാതിരുന്നാൽ മതി. അതേപോലെ ചില ആളുകൾ ഒരു സഹായിക്കുമ്പോൾ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ അതിലൊക്കെ അങ്ങോട്ട് കുത്തിക്കയറ്റും. എന്തിനാണ് ചങ്ങായിമാർ അതൊക്കെ നോക്കേണ്ട ആവശ്യം? ഒരാൾ സഹായിച്ചു, അവർ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതവിഭാഗക്കാരനായിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, നമ്മൾ സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ അവന്റെ രാഷ്ട്രീയം നോക്കി, അവന്റെ മതം നോക്കി ഇതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ പറയുക, ആളുകൾക്ക് നമ്മളെ സഹായിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ അത് കുറയും. ഇത് ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഉപകാരം കാണിക്കുന്ന ആളുകളുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ മനുഷ്യരും മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ചില ആളുകൾ നന്ദി കാണിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ചക്കയാണെങ്കിൽ ചൂ നോക്കാം, പക്ഷെ മനുഷ്യന്റെ ഹൃദയമാണെങ്കിൽ നമുക്ക് ചൂ നോക്കാൻ പറ്റുമോ? കാരണം ഇത് അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഈ സഹായം വേണ്ട അല്ലെങ്കിൽ നമ്മൾ സഹായിക്കേണ്ട ഒരുപാട് ആളുകൾ ഈ ഒരു ലോകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. പക്ഷെ അവർക്ക് പോലും മറ്റുള്ളവരെ പേടിയാണ്, ഭയമാണ്. അവർ ബാക്കിലേക്ക് നിൽക്കും. കാരണം ഞാൻ സഹായിച്ചതിന്റെ പേരിൽ ഞാൻ കുടുങ്ങും, എൻ്റെ കുടുംബം പട്ടിണിയാവും, ഞാൻ ഇതിന്റെ കേസുമായി മുന്നോട്ട് പോവേണ്ടി വരും എന്നുള്ള. കാരണം ഇതൊക്കെ ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത്. എന്തായാലും ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നന്ദിയും കൂറും കടപ്പാടുമുള്ളത് മൃഗങ്ങൾക്കാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പട്ടികൾക്കും നായ്കൾക്കുമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ മനുഷ്യരുണ്ടല്ലോ, നന്ദി കേട് കാണിക്കുന്നവരാണ്. ഒരു അവസരം കിട്ടിയാൽ ആ സഹായിച്ച ആളെ തന്നെ പിന്നിൽ നിന്ന് കുത്തും. നന്ദി കേട് കാണിക്കാൻ നമ്മളെക്കാൾ വലിയൊരാൾ വേറെയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ, സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക.